ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരിയെയും നഷ്ടപ്പെട്ട സിദ്രത്തുൽ മുൻതഹ വീടൊരുങ്ങുന്നു. ദുരന്തബാധിതർക്കായി പുറമണ്ണൂർ മജ്ലിസ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 10 വീടുകളിൽ ആദ്യത്തെ വീടിന്റെ തറക്കല്ലിടൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള കോട്ടക്കൽ മജ്ലിസ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സിദ്രത്തുൽ മുൻതഹ എന്ന 5 വയസ്സുകാരിക്ക് നിർമ്മിച്ചു നൽകുന്ന ആദ്യത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം വയനാട് മേപ്പാടി ചെമ്പോത്തറയിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ദുരന്തത്തിൽ അനാഥമായ സിദ്രത്തുൽ മുൻതഹയ്ക്ക് വീടൊരുങ്ങുന്നതിൽ സന്തോഷമുണ്ടെന്നും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം വരുന്ന മാസം നടക്കുമെന്നും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നമുക്കൊക്കെ സന്തോഷമുണ്ട്. ഗവൺമെൻറ് ടൗൺഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു ഉദ്യമം ഇവിടെ തുടങ്ങാൻ മജ്ലിസ് കോളേജ് തയ്യാറായി എന്നുള്ളത് ഏറെ അപ്രീഷിയേറ്റബിൾ ആണ്. ഈ പുനരധിവാസം പെട്ടെന്ന് ഉണ്ടാവണം എന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പദ്ധതി ഏകദേശം അടുത്ത മാസത്തോടു കൂടി അതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. അതിൻ്റെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ എല്ലാവരും ഒത്തുചേർന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും. എല്ലാവർക്കും നല്ല രീതിയിലുള്ള പുനരധിവാസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. 4 മാസം കൊണ്ട് ആദ്യത്തെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. മജ്ലിസ് സ്ഥാപനത്തിന്റെയും മാനേജ്മെന്റിന്റെയും നിരവധി സുമനസ്സുകളുടെയും സഹകരണത്തോടെയാണ് 10 വീടുകൾ മേപ്പാടിയിൽ നിർമ്മിക്കുന്നത്. സർക്കാർ പുനരധിവാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിതർക്കൊപ്പം ചേർന്ന് പുനരധിവാസം ആരംഭിക്കുന്നത് മാതൃകാപരമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ അമർക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.